Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ ജോൺ ആയിരിക്കും ഡാൻ, ജോൺ തന്നെയായിരിക്കും ഡാൻ. ഈ മോട്ടു പത്തില് നമ്മളെ എവിടെയും മോഷ്ടിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഈ ജോൺ ദി ഡോൺ അവരെ ജീവിക്കാനും അനുവദിക്കില്ല. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു പ്രാകൃതമായ ഐഡിയ തോന്നുന്നുണ്ട്. അവരെ രണ്ടുപേരെ ഈ ലോകത്തുനിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. മിണ്ടിപ്പോവരുത്, കവിതയല്ല കവിതയല്ല. വേഗം പപ്പു സുപ്പരിയെ ഫോൺ വിളിക്കേ. ആരാണ്? ഇതാ പപ്പു സുപ്പാരിയാണ് സംസാരിക്കണത്. ഞാൻ ജോൺ ദി ഡോൺ ആണ് സംസാരിക്കുന്നത് സുഹൃത്തെ. ഇവിടെ മോട്ടോപ്പത്തിലെ ശല്യം കാരണം ജീവിക്കാനേ പറ്റുന്നില്ല. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. അവന്മാരെ ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റണം. മോട്ടു പത്ലുവിന്റെ കഥ കഴിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പ്ലാൻ റെഡിയാണോ? അതിനെന്താ സുഹൃത്തെ, റെഡിയാക്കാമല്ലോ. പുതിയ ബാങ്ക് കൊള്ളയടിക്കാം. അവിടെ നിറച്ച് പൈസ കാണും. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. പണം നിറച്ച ബാഗ് എടുത്തോണ്ട് വന്ന് നിങ്ങൾ പുർപുരി നഗറിന്റെ പുറത്ത് ഒരു കാടുണ്ട്, അതിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്ക. ഞാൻ അവിടുന്ന് എടുത്തോളാം. മനസ്സിലായോ? ഈ ജോൺ ദി ഡോൺ സ്വയം വന്നിരിക്കും. കാടിന്റെ പുറത്ത് പൈസ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. പപ്പു സുപാരി വന്നിരിക്കുന്നു. മോട്ടു പത്ലുവിനെ ഈ ഗ്യാസ് കൊണ്ട് ഞാൻ മയക്കി കിടത്തിയിട്ട് ഈ ബാഗിൽ എടുത്തോണ്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് പറഞ്ഞങ്ങോട്ട് വിടും. എങ്ങനെയുണ്ട് പ്ലാൻ? ഇപ്പൊ ഒന്ന് മയങ്ങി പൊക്കോ കുട്ടാ. മതിയാക്ക്. എനിക്കറിഞ്ഞെങ്കിൽ അപ്പോഴേ തോന്നിയായിരുന്നു നിങ്ങൾ ഉണർന്നിരിക്കുകയാണെന്ന്. സുഹൃത്തെ, നീ നല്ലൊരു സേവയാണ് ചെയ്തത്. എന്നാലും നീ സത്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് വേഗം പറഞ്ഞോ. അതെ, ചിങ്കം സാറിന് എപ്പോ വേണേലും ജോണിനെ പിടിച്ച് ജയിലിലിടാവല്ലോ. അതല്ലേ സത്യം? എന്താ പറഞ്ഞ മോട്ടു, ഇവനെ നമുക്ക് ആദ്യം നല്ലൊരു പാഠം പഠിപ്പിക്കണം. ഇവനൊക്കെ എങ്ങനെ പാഠം പഠിപ്പിക്കാനാണ്? എങ്ങനെ 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 എങ്ങനെ? ചിങ്കം സാറെ കേൾക്ക്. കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാ മനസ്സിലാവും നിങ്ങൾ നന്നായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്ന്. പക്ഷെ ഒന്നിനും ഒരു ഫലം കിട്ടുന്നില്ല. നീ നിന്റെ ജീവൻ പണയം വെച്ച് കളിച്ചിട്ടാണ് സമ്പാദിക്കുന്നത്. പക്ഷെ മോട്ടു പത്ലു എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ വന്ന് നിന്റെ പ്ലാനുകളെല്ലാം പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതെ മഹർഷി, അതെ. മകനെ, അവര് നിനക്കിപ്പോൾ കണ്ടകശനി പോലെയാണ്. നിനക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ അവര് രണ്ടുപേരെയും നിന്റെ വഴിയിൽ നിന്ന് അകറ്റി നിർത്തണം. ലെവന്മാര് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോളും. ഞാൻ അതിന് പറ്റിയൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല ആ രണ്ട് കാട്ടാളന്മാരെ. മകനെ, കുറച്ച് ദിവസത്തേക്ക് നിന്റെ പ്ലാനുകളെല്ലാം ഒന്ന് മാറ്റി വെക്ക്. എന്റെ മഹർഷി, ആ പ്ലാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. തൂക്കിയത് വടിയുണ്ട പോയി കഴിഞ്ഞു. പക്ഷെ മഹർഷി, പ്ലാൻ എന്തിനാ നിർത്തുന്നത്? മകനെ, നിന്റെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം മോട്ടു പത്ലു എന്ന് പറഞ്ഞ പ്ലാനറ്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, എന്തൊക്കെ അവരുടെ കൂടെയുണ്ടോ അതൊക്കെ നിന്റെ കൂടെയും ഉണ്ടാവും. അതായത് അവരുടെ എല്ലൊടിഞ്ഞാൽ നിന്റെയും എല്ലൊടിയുന്നതായിരിക്കും. മാത്രമല്ല, അവർക്ക് വെടികൊണ്ട് കഴിഞ്ഞാൽ നിനക്കും വെടികൊള്ളേണ്ടതായി വരും. ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. പപ്പുവിനെ എങ്ങനെയെങ്കിലും തടയണം. ഹലോ,
പപ്പു സുപാരിയാണ് സംസാരിക്കണത്. പപ്പു സുപ്പാരി അളിയ നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. അവരെ തല്ലരുത്. തല്ലിയാലേ ജോൺ ദി ഡോണിന്റെ കാര്യം പോക്കാ പപ്പു. ഹേയ്, പപ്പു സുപാരി ഒരിക്കലൊരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വയം പറയുന്നത് പോലും അനുസരിക്കില്ല. ജോലി പൂർത്തീകരിച്ചിട്ടേ അടങ്ങൂ. ബൈ ബൈ. ഇനിയിപ്പൊ ഞാൻ അവന്മാരുടെ കഥ കഴിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങളെ വിളിച്ച് പറയൂ. മഹർഷേ, ഇനി എന്താ ചെയ്യ? അവൻ ഏറ്റെടുത്ത പണി നിർത്താൻ ഒരു ചാൻസുമില്ല. അപ്പൊ എന്റെ കാര്യം കട്ടപ്പുക തന്നെ. മഹർഷേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. മകനെ, ഇതിനിപ്പോ ഒരു ഉപായം മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ മോട്ടു പത്ലുവിന്റെ ബോഡി ഗാർഡായി നിൽക്കുന്നതാവും നല്ലത്. അവരെ രണ്ടുപേരെയും എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണം. ഓക്കെ മഹർഷേ, ഓക്കെ. ഞാൻ ഗാർഡ് ആയിക്കോളാം, ബോഡി ഗാർഡ് ആയിക്കോളാം. ഇതിന്റെ എല്ലാ ആപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചോളാം. രക്ഷിച്ചോളാം. ഹലോ, കേൾക്ക്. ഞാൻ മോട്ടുവിന്റെ പാരാഷൂട്ടില് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടെ മോട്ടുവിന്റെ കഥ കഴിയുന്നതായിരിക്കും. വേണ്ട വേണ്ട, മോട്ടുവിനെ തല്ലരുത്. പപ്പുളിയ, അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. മറന്നു കള. വേണമെങ്കിൽ പൈസയും കൊണ്ടുവയ്ക്കോ. അളിയ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവരെ വിട്ടേക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, പപ്പു സുപാരി ഒരു ജോലി ഏറ്റെടുത്താൽ പിന്നെ സ്വയം പറയുന്നതും കേൾക്കില്ല. വേണ്ട വേണ്ട, നിർത്ത്. എവിടെയാ പൊട്ടിയത്? എവിടെയാ പൊട്ടിയത്? കാണുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. പതുക്കെ ഊരിയെടുക്കണേ, ഒന്ന് പതുക്കെ ചെയ്യണേ. മുഴുവനും ദേഹത്ത് കുത്തി കയറിയിരിക്കുക. എന്റെ ജീവിതത്തിലെ ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അവരെ രക്ഷിക്കാൻ പോയിട്ട് എന്റെ ആസനത്തിൽ മുള്ളു കയറിയിരിക്കുക. വെള്ളം. ഹലോ, കേൾക്ക്. എന്റെ ഈ പ്ലാൻ സോളിഡ് ആണ് കേട്ടോ. കാർ ബ്രേക്കിന്റെ വയറ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാറ് നിർത്തുകയുമില്ല, അവരും നിക്കത്തില്ല. പിന്നെ എല്ലാത്തിന്റെയും കാര്യം ഇന്നത്തോടെ തീരുമാനമാകും. അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പപ്പു. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. ഒന്ന് മതിയാക്കും പപ്പു. അവര് നല്ല ആൾക്കാരാ. അവരെ വിട്ടേക്കൂ പ്ലീസ്. അവര് മാന്യന്മാരായ ആൾക്കാര്. അവരെ തീർത്ത് കളയുന്നത് വളരെ തെറ്റാണ്. ഒന്ന് മനസ്സിലാക്കളിയ. ഞാൻ തന്നെ രക്ഷിച്ചേ പറ്റൂ. നിനക്കൊക്കെ വീഴാൻ എന്നെ കിട്ടിയുള്ളൂടാ. പോ പോ, ഒന്ന് വേറെ എവിടെയെങ്കിലും പോയി വീഴണേ. ഒന്ന് വണ്ടി നിർത്ത് പോട്ടു. ഞാനിവിടെ എത്തി. നിങ്ങൾ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ രക്ഷിക്കാം. ഈ ജോൺ ദി ഡോൺ രക്ഷിക്കാം.
മോട്ടു രക്ഷിക്ക്, ജോൺ നമ്മളെ കൊള്ളയടിക്കാൻ വന്നിരിക്കുക. എന്റെ പത്തലു ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്നതാ. അതെ, നീ കള്ളനല്ലേ? അപ്പൊ നീ കക്കാൻ വേണ്ടി തന്നെ വന്നത്. നിനക്ക് ഒരിക്കലും മാറിയെ രക്ഷിക്കാൻ പറ്റില്ല. പോയിക്കോ ഇവിടുന്ന്. എന്റെ അമ്മോ. രക്ഷിക്കാൻ നോക്കിട്ട് അവന്മാര് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ രക്ഷിക്കാനാ വന്നത്, അല്ലാതെ കൊള്ളയടിക്കാനല്ല. മമ്മി, ഇവന്മാരെന്താ എന്നെ വിശ്വസിക്കാത്തത്? എന്തിനാ മോട്ടും പത്തിനെ ശല്യപ്പെടുത്തുന്നേ? അവരെ വിട്ടേക്ക് ബോസ്. Hey John, hands up, hands up. You are under arrest. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, impossible. ആര്? ഇത് പപ്പു സുപ്പാരിയാണ് ഈ നിൽക്കുന്നത്. നീയോ? നീ എന്താ ഇവിടെ? അത് ഞാൻ ആദ്യം തന്നെ ഇവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടായിരുന്നു. പിന്നെ വിളിച്ച കോളുകളെല്ലാം മോട്ടുവും പത്തിലും ചിങ്കവും ഒക്കെ ചേർന്ന് വിളിപ്പിച്ചതാ. അത് കാരണം നിങ്ങളെ ഇങ്ങനെ പിടിക്കാൻ പറ്റിയല്ലോ. ഇത് ചതിയാണ്. എന്നെ പോലെ വളരെ മാന്യനും നിഷ്കളങ്കനുമായ ആളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ? Watch India's largest kids library only on Geo Hotstar. Download the app now.